എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റൂപ്പർട്ട് സ്പൈറയുടെ ചില ആശയങ്ങളെക്കുറിച്ചാണ്. വളരെ ലളിതമായ, എന്നാൽ നമ്മൾ അത്രയൊന്നും ചിന്തിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച്. ഞാൻ ഉണ്ട് എന്ന വാക്യം. ഇതൊരു തരം ധ്യാനം പോലെ നമുക്കിതിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കിയാലോ? ശരി, അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നമ്മളെല്ലാവരും ദിവസവും എത്രയോ തവണ പറയുന്നൊരു കാര്യമാണ് ഞാനുണ്ട്, അല്ലെങ്കിൽ ഇത് ഞാനാണ് എന്നൊക്കെ. പക്ഷേ ഒരു നിമിഷം എപ്പോഴെങ്കിലും ശരിക്കും ഒന്ന് നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ, ഈ പറയുന്ന ഞാൻ ആരാണ്? എന്താണാ ഞാൻ എന്നതുകൊണ്ട് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതം തന്നെ ഒന്ന് നോക്കിയാലോ. ചെറുപ്പത്തിൽ നമ്മൾ പറയും, എനിക്ക് 5 വയസ്സുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയാണ്, പിന്നെ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഞാൻ പ്രണയത്തിലാണ് എന്ന് തോന്നും. നോക്കൂ, ഈ അവസ്ഥകളെല്ലാം, ഈ വിശേഷണങ്ങളെല്ലാം വന്നും പോയുമിരിക്കും, അല്ലേ? ഇതൊക്കെ താൽക്കാലികമാണ്. അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്കും സ്വത്വങ്ങൾക്കുമൊക്കെ പിന്നിൽ മാറാതെ നിൽക്കുന്ന ഒന്ന് വേണ്ടേ? അതാണ് ആ ഞാൻ. അതാരാണ്? അപ്പോ ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ പ്രധാന ആശയത്തിലേക്ക് വരുന്നത്, ആ മാറാത്ത ഞാനുണ്ട് എന്നതിനെക്കുറിച്ച്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ചിന്തകൾ മാറുന്നു, വികാരങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ബന്ധങ്ങൾ, എന്തിന് നമ്മുടെ ശരീരം വരെ മാറുന്നു. എല്ലാം മാറുകയാണ്. പക്ഷേ ഇതിനെല്ലാം അറിയുന്ന, ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ഒന്നുണ്ട്, ആ ഞാനുണ്ട് എന്ന അടിസ്ഥാന ബോധം. നിങ്ങൾ 5 വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോഴും ആ ബോധം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ടല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിലെ ആ മാറ്റമില്ലാത്ത പശ്ചാത്തലം. ശരി, ഈ ആശയം കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു ഉപമ ഉപയോഗിക്കാം. സ്ക്രീനിന്റെയും സിനിമയുടെയും ഉപമ. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളില്ലേ, അതായത് ചിന്തകൾ, വികാരങ്ങൾ, സന്തോഷം, ദുഃഖം, ഇതിനെയൊക്കെ ഒരു സിനിമയായിട്ട് സങ്കൽപ്പിക്കുക. ഈ സിനിമയിലെ സീനുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അതുപോലെയാണ് നമ്മുടെ അനുഭവങ്ങളും. എന്നാൽ ഈ സിനിമ എവിടെയാണ് കാണിക്കുന്നത്? ഒരു സ്ക്രീനിലല്ലേ? ആ സ്ക്രീനാണ് നമ്മുടെ യഥാർത്ഥ ഞാൻ, നമ്മുടെ അടിസ്ഥാനപരമായ ആ ബോധം. സിനിമ മാറിക്കൊണ്ടേയിരിക്കും, പക്ഷെ സ്ക്രീൻ എപ്പോഴും അവിടെ തന്നെയുണ്ട്, മാറ്റമില്ലാതെ. ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് ഈ വാക്യം ശ്രദ്ധിക്കൂ. സിനിമയിലെ സീനുകൾ വരും പോകും, പക്ഷെ സ്ക്രീൻ എപ്പോഴും അവിടെയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. ജീവിതത്തിലെ അനുഭവങ്ങൾ എത്ര മാറിയാലും ആ അനുഭവങ്ങളെല്ലാം അറിയുന്ന ഞാൻ എന്ന അടിസ്ഥാന ബോധത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സ്ക്രീനും സിനിമയും രണ്ടല്ല എന്നതാണ്. സിനിമയിലെ ഓരോ ദൃശ്യവും എന്താണ്? അത് സ്ക്രീനിന് സംഭവിച്ച ഒരു മാറ്റം മാത്രമാണ്, അല്ലേ? അതുപോലെ നമ്മുടെ ഓരോ ചിന്തയും, ഓരോ വികാരവും, ഓരോ അനുഭവവും നമ്മുടെ അടിസ്ഥാന ബോധത്തിൽ നിന്ന് വേറിട്ടൊന്നല്ല. അത് ആ ബോധം തന്നെ പല രൂപത്തിൽ പ്രകടമാവുന്നതാണ്. അപ്പോ നമുക്ക് ഈ ആശയത്തെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ഞാൻ എന്നത് വ്യക്തിപരം മാത്രമാണോ, അതോ നമ്മളെല്ലാം പങ്കുവെക്കുന്ന ഒന്നാണോ? അതാണ് അടുത്ത ഭാഗം, പങ്കുവെക്കപ്പെട്ട ഒരേയൊരു സത്ത. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ സ്ക്രീനിന് അതിരുകളില്ല എന്ന് വിചാരിക്കുക. അത് അനന്തമാണെങ്കിൽ അതേതെങ്കിലും ഒരു സിനിമയുടെ മാത്രം സ്ക്രീനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ അടിസ്ഥാന സത്തയും. അതിന് പരിധികളില്ലെങ്കിൽ അതെന്റെ ബോധം എന്നിങ്ങനെ പറയും. അത് വെറും ബോധം, അല്ലെങ്കിൽ നിലനിൽപ്പ് മാത്രമാണ്. അത് വ്യക്തിബലമല്ല, നമ്മളെല്ലാം പങ്കുവെക്കുന്ന ഒരേയൊരു യാഥാർത്ഥ്യമാണ്. ഈ പങ്കുവയ്ക്കപ്പെട്ട യാഥാർത്ഥ്യത്തെ നമുക്ക് സാന്നിധ്യം എന്ന് വിളിക്കാം. ഈ ഒരൊറ്റ സാന്നിധ്യം നമ്മളിലേക്ക് നോക്കുമ്പോൾ ഞാൻ എന്ന ബോധമായി അനുഭവപ്പെടുന്നു. ഇനി പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോഴോ? അതിനെ ചിലർ ദൈവം എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ വേറെ പേരുകൾ വിളിക്കുന്നു. പേരുകൾ പലതാകാം, പക്ഷെ സൂചിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യത്തെയാണ്. ഈ ആശയം പുതിയതൊന്നുമല്ല. ലോകത്തിലെ ഒരുപാട് പാരമ്പര്യങ്ങളിൽ ഇത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ സൂഫി വാക്യം നോക്കൂ. ആരാണോ സ്വയം അറിയുന്നത്, അവൻ തന്റെ നാഥനെ അറിയുന്നു. അതായത് നിങ്ങളിലെ ഞാൻ എന്ന സത്യത്തെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ അറിയുന്നത് പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ സത്യത്തെ തന്നെയാണ്. ഇനി നമുക്ക് ഈ ആശയത്തെ കുറച്ചുകൂടി കാവ്യാത്മകമായൊന്ന് സമീപിക്കാം. ഞാൻ ഉണ്ട് എന്നതിന്റെ ശബ്ദം എങ്ങനെയായിരിക്കും? നമുക്ക് ചില വരികളിലൂടെ ഒന്ന് കടന്നുപോകാം. ഞാൻ ശൂന്യമാണ്, പക്ഷെ എല്ലാം ഉൾക്കൊള്ളുന്നു. എന്തൊരു വിരോധാഭാസമാണല്ലേ? ശൂന്യമായിരിക്കുമ്പോൾ തന്നെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്ന്. ഞാൻ നിറഞ്ഞതാണ്, പക്ഷെ ഒന്നും സ്വന്തമായിട്ടില്ല. എല്ലാമായിരിക്കുമ്പോൾ തന്നെ ഒന്നും സ്വന്തമാക്കി വെക്കാത്തൊരവസ്ഥ. ഞാൻ നിശ്ചലമായിരിക്കുമ്പോൾ തന്നെ ചലിക്കുന്നു.
എല്ലാ ചലനങ്ങൾക്കും പിന്നിലെ ആ നിശ്ചലമായ സാന്നിധ്യം. ഞാൻ സംസാരിക്കുന്നു, പക്ഷെ നിശബ്ദമാണ്. എല്ലാ വാക്കുകളും വരുന്ന ആ വലിയ മൗനം. കണ്ടില്ലേ, ഈ വാക്കുകളെല്ലാം നമ്മളെ നമ്മുടെ സാധാരണ യുക്തിയുടെയും ചിന്തയുടെയും അപ്പുറത്തുള്ളൊരു സത്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ശരി, ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം. ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട്. ഈ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ സ്നേഹമായും സൗന്ദര്യമായും എങ്ങനെയാണ് അനുഭവവേദ്യമാകുന്നതെന്ന് നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സ്നേഹം? ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ സ്നേഹമെന്ന് പറയുന്നത് മറ്റൊരാളിൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നതാണ്. ആ നിമിഷത്തിൽ ഞാൻ, നീ എന്ന വേർതിരിവ് ഇല്ലാതാകുന്നു. അവിടെ ഒരേ ഒരു സത്ത മാത്രമേയുള്ളൂ. അതാണ് സ്നേഹം. ഇനി സൗന്ദര്യത്തിന്റെ കാര്യമോ? ഒരു മനോഹരമായ അസ്തമയം കാണുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു സംഗീതം കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്ന ഒരു നിമിഷമില്ലേ? ആ സമയത്ത് നമ്മളും ആ കാഴ്ചയും അല്ലെങ്കിൽ ആ സംഗീതവും തമ്മിലുള്ള വേർതിരിവില്ലാതെയാകും. ആ അനുഭവമാണ് സൗന്ദര്യം. അതും ആ ഏകത്വത്തിന്റെ ഒരു പ്രകടനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്ധരണി ഇത്രയധികം പ്രസക്തമാകുന്നത്. സ്വയം അറിയാനുള്ള ഈ യാത്രയേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. കാരണം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഈ പ്രപഞ്ചം എന്താണെന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം. നിങ്ങളാണ് ആ മാറ്റമില്ലാത്ത അനന്തമായ സ്ക്രീൻ എന്ന് സങ്കൽപ്പിക്കുക. എങ്കിൽ നിങ്ങളുടെ ജീവിതമെന്ന സിനിമയിൽ എങ്ങനെയുള്ള ദൃശ്യങ്ങൾക്കാണ് നിങ്ങൾ ഇടം കൊടുക്കുക? അതൊന്ന് ചിന്തിച്ചു നോക്കൂ.